സോ അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളുടെ മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് സങ്കടത്തിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോ പോയിപ്പോയി. എന്താ ഇപ്പം തരാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അതാണ് വീഡിയോ പോയിപ്പോയതാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് കഴിഞ്ഞ വീഡിയോ കണ്ടു തന്നെ ഇതെന്താ അതെൻ്റെ കയ്യിൽ നിന്ന് കയറാത്ത? ഓ മൈ ഗോഡ്, ഐ കാൻറ്റ് ബിലീവ് ഇറ്റ്. ഓ മൈ ഗോഡ്, രണ്ടെണ്ണം എന്തിനാ ആ കടക്കട്ടയിലൊരു പഠിച്ചു. നമുക്ക് നല്ലൊരു വീടൊക്കെ അതിൻ്റെ സ്ഥലം നോക്കി പോകണം. നിങ്ങളാ കാണുന്ന വില്ലേജ് ഉണ്ടാവും. വില്ലേജിൽ നിന്നാണ് എനിക്ക് ഇത്ര സാധനം കിട്ടിയത്. ഇതാണ് അതൊക്കെ എനിക്ക് കിട്ടിയതാണ് വില്ലേജിൽ നിന്ന്. അങ്ങനെ പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അതേ ഞാനും പടമാണ്. ഇനി ഞാൻ കളിച്ച് പഴയ പോലെ ആവണ്ടേ. നമുക്ക് എന്തായാലും ഒരു വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കണം. നമുക്കൊരു സെറ്റപ്പ് വീട് തന്നെ. ആ മൗണ്ടൈനൊക്കെ കാണുന്നുണ്ട്. ഊരുണ്ട്. അതൊക്കെ നാട്ടിലേക്ക് പോയേക്കാം. അവിടെ ചിലപ്പോൾ വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലമായിട്ടാണെങ്കിലോ. ഗൈസ് നിങ്ങൾ നോക്ക്. ഓ മൈ ഗോഡ് ദ ഫക്ക്. നിങ്ങളുടെ അടിയിൽ കണ്ട കുറേ കോളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് അവിടെ കുറച്ചെണ്ണം ഇരിക്കുന്നുണ്ട്. പക്ഷേ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. പടം ഉറപ്പാണ്. ആ കാര്യത്തിലൊരു സംശയം വേണ്ട. ഇത്ര അടിയിലേക്ക് അതൊക്കെ ഏത്ത വൈബില്ലേ. ഒരു കപ്പ്, ആ കപ്പിൽ നിറച്ച് വെള്ളം, ഒരു ചെറിയ പൊട്ട് വെള്ളം വലിച്ചടിയിലേക്ക് ഇറങ്ങി വരുന്നു. വൈബ് തന്നെയല്ലേ വൈബ്. പൊട്ടച്ചോൻ ഇതെന്താ? ഓ മൈ ഗോഡ്, ഒരു വൈബ് എന്താ അടുത്തൊരു ഡേഞ്ചറസ്. നടുവിൽ ഇതാണ്ട് കുറച്ച് കല്ലുംകെട്ടുകളൊക്കെ തന്നെ പൊങ്ങി കൊടുക്കുന്നത്. ഈ വേൾഡിൽ ആരും ടീൻ്റെ ഇട്ട് പിടിച്ച് കൊല്ലണം കേട്ടോ. വെള്ളം വരുന്നെങ്കിൽ ഓടിക്കോ. ഇവിടെ നിന്ന് ചാവരുത്. ഓ അവിടെ കിട്ടുമോ? പൊടിച്ച് കഴിഞ്ഞാൽ വെള്ളമൊന്നും ഉണ്ടാവരുത്. ഓക്കെ, വെള്ളമൊന്നുമില്ല. എനിക്ക് തോന്നാനായിട്ട് കുടിച്ചെടുക്കും. ഇതിനാ ബാക്കിയാക്കുന്ന നീ പോലെ. ഇനി ആരെങ്കിലും ഇനി ആരുമില്ലെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ ചാടി പോകാം. ഈ മലേൻ്റെ ഇരിക്കട്ടൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട്. ചത്തൊന്നുമില്ല. ആ കുണ്ടി കാണിച്ചിക്കണം. പട്ടിച്ചോ എൻ്റെ കുണ്ടി കാണിച്ചു നോക്കാണ്ട് പോട്ടെ. വേഗം മല കയറാം. അയ്യോ, പിന്നെയും കുഴിയിലേക്ക്. ഇപ്പോൾ കുഴി തന്നെ. ഇനി വിടാനേ നമ്മൾ പാടില്ല. എന്നാലും എങ്ങനെയാണ്ട് പോയി നോക്കാം. എന്തെങ്കിലുമൊക്കെ കാണാണ്ടിരിക്കില്ലല്ലോ. ഈ മലേൻ്റെ ഏറ്റവും മേലെ എന്തെങ്കിലും ഉണ്ടോ എന്നോട് പോയി നോക്കാം. കഷ്ടപ്പെട്ട് മലേൻ്റെ മേലേക്കെത്തി. ഇവിടെ ഒരു മരം മാത്രമേ ഉള്ളൂ. താഴ്വാര തന്നെ വീടർപ്പിച്ചു. ഇവിടെ ഒന്നും വേണ്ട. നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓടാനും ചാടാനും മാറ്റമൊന്നും സ്ഥലത്ത് തന്നെ വേണം വീടുണ്ടാവും. ഞാനെന്നാലേ സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ്, നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് എത്തി. യെസ്, ഒരുറക്കം ഒഴിച്ച് നീറ്റപ്പത്തേക്ക് ഞാൻ എത്തിയേക്കണ സ്ഥലം നിങ്ങൾ കണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ എപ്പിസോഡ് പറക്കും ഗൈസ്. അതെ, പടച്ചോനെ പോടാ പട്ടി പ്രാന്തച്ചക്ക. രാവിലെ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഹെൽമെറ്റ് തലയിട്ടിറങ്ങി ഞാൻ വെയിലടിക്കില്ല. സൂര്യത്ര എവിടെ കത്തിപ്പൂടെ നിനക്ക് തലച്ചോറ് മാത്രം
ഉള്ളൂ. ഫ്രീ ആയിട്ട് വേറെ ഹെൽമെറ്റ് കിട്ടി കേട്ടാ. പിന്നെ നിങ്ങൾക്ക് ഇതേണ്ട എത്രയും സ്റ്റഫ്സ് എനിക്ക് കിട്ടി. പിന്നെ ഇതൊക്കെ ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാക്കി കേട്ടോ. പിന്നെ ഗൈസ് ഞാൻ ഒരു വില്ലേജ് മോളെ കണ്ടെത്തിയിരുന്നു. ആ വില്ലേജിൽ എനിക്ക് ഒരുപാട് ലൂട്ട് കിട്ടി. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നു ആ വില്ലേജിൻ്റെ അടുത്ത് തന്നെ ഒരു കേവ് ഉണ്ടാവുന്നത്. ഞാൻ ഒരുപാട് വട്ടം ഞാൻ ചത്തു തോന്നുന്നു. ചത്തു തോന്നുന്നു ഞാൻ ആക്ച്വലി ഒരുപാട് വട്ടം. എന്നിട്ടൊക്കെ എനിക്ക് ഗോൾഡൻ ആപ്പിൾ കിട്ടി. ഇതിൻ്റെ പവർ ഉണ്ടാകും. ഇത് നമ്മൾ ഒരെണ്ണം കഴിച്ച് ഇപ്പം നിങ്ങൾ കണ്ട ഇതിൻ്റെ സൈഡിൽ ഒരു കവചത്തിൻ്റെ ആട്ടിലേക്ക് പിന്നെ 2 പച്ച 2 മഞ്ഞാട്ടൊക്കെ. ഇതാണ് കേസ്. ഞാൻ സൂപ്പർ പവർ മാനായി. എന്തായാലും ചെയ്യുക. അതുപോലെ തന്നെ സ്ഥലം ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ഈ 3 ചെസ്റ്റും കൂടെ അങ്ങ് മേടിച്ച്. അത് മേടിച്ചോണ്ടത് നമുക്ക് ഒരുപാട് സ്റ്റഫ്സൊക്കെ. അപ്പോൾ നമുക്ക് വരുന്ന എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യാം. അതൊക്കെ എനിക്ക് കിട്ടിയത്. ഇതൊക്കെ ഈ ലൂട്ട് മുഴുവൻ ഇത് തന്നെ ഞാൻ വെറുതെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വരുന്ന എപ്പിസോഡിനകത്ത് ഈ ഒരു ഏരിയയിൽ നമ്മളെ വീടൊക്കെ വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾ ഹായ് സാർ ഇതാണ് സാർ എൻ്റെ പുതിയ വീട്. എടാ പോനെവിടെ എന്നോട് പറഞ്ഞു എന്നെ ചൊല്ലുന്നോട് ഒന്നെൻ്റെ സ്ഥലത്തേക്ക് കൊണ്ട് നീ എൻ്റെ സ്ഥലത്തേക്ക് നോക്കി ഞാൻ നിന്നത് മാത്രം. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇത്ര സ്റ്റാഫ്സുകളൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ മാറ്റി പ്ലാൻ ചെയ്യാം. എന്തായാലും ഞങ്ങൾക്ക് കാണിച്ചാലോ വേണ്ട. ഒക്കെ എനിക്ക് ഈ ഒരു ഏരിയയിൽ നിന്നുണ്ട് കിട്ടിയ സ്റ്റഫ്സുകൾ. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിൽ നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മളെ വീട് തെറ്റാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് സ്ഥലം മാത്രം നോട്ടിഫിക്കേഷൻ ചെയ്യുന്നുള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വരുന്ന വീഡിയോയിൽ നമ്മളിവിടേക്ക് കൊണ്ട് പൊള്ളിയും പച്ചപ്പുല്ലൊക്കെ പോട്ടെ. ഞാൻ ഇനിയിപ്പോൾ ഈ പുല്ലുകളൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം ഈ ഏരിയ ഒന്ന് ക്ലീൻ ആക്കുന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഏരിയ വേണ്ട അവിടെ ഇതൊക്കെ വെട്ടും. അതായത് ഈ ഒരു ഗ്രാമസൊക്കെ ഞാൻ ഒരളവിൽ ഇങ്ങനെ വെട്ടി ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ കൊണ്ടുവന്നതാണ്. എന്നിട്ട് നമ്മൾ ഒരു അപ്പുറത്തേക്കും കൂടെ വയ്ക്കും കേട്ടോ. ആ ഒരു ഏരിയയിൽ ഈ സർക്കിളിനകത്തുള്ള ആ ഒരു ഏരിയയിൽ ഒക്കെ ഫ്യൂച്ചറിൽ ഒരുപാട് നാൾ കൊണ്ടുവരാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ പച്ച ബെഡും കാണിച്ചുകൊണ്ട് മഞ്ഞ ബെഡും കാണിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അതിൻ്റെ പേര് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിലില്ല. എന്തായാലും വന്നാലും ചത്തിട്ട് അതിൻ്റെ പേരാണ്. യെസ്, ഈ സ്പോൺ പോയിൻ്റൊക്കെ സെറ്റ് ആണല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെല്ലാം സകല ലൂട്ടുകളും ഇതിൻ്റെ അകത്തേക്കെന്ന് വെച്ചിട്ട് നമ്മളെ പുതിയ ഏരിയയിലല്ലോ ചത്തേക്കാം. സ്പോൾഡായി കടലിൻ്റെ അടിത്തട്ട് വരെ ഈ 64 മിനിറ്റ് ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് കൊന്ന് നാളെ ലെതർ ലൈന് വേണ്ടി കൊന്നതാണ്. അപ്പോഴത്തേക്കും എൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു. വേറെയും ഒരു ചാക്ക് ഉണ്ടായിരുന്നു പകുതി 10-20 എന്തോ. അതൊക്കെ ഞാൻ തിന്ന് നിർത്തി ഇവിടേക്കിട്ട യാത്ര ചെയ്യാനായിട്ട്. വേറെ വില്ലേജ് ഉണ്ടപ്പോൾ അവിടെ ഞാൻ ആരാണ്ട് വേറെ ബെഡ് വെച്ചു. ഈ ബെഡ് വെള്ളത്തിൻ്റെ അടിയിൽ കൊണ്ടുവച്ചിട്ട് ചെക്ക് പോയിന്റ് സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമ്മളിവിടെ ബെഡ് കെട്ടിയിട്ടുണ്ട്. കണ്ടാ സെറ്റ് ചെയ്യണതില്ല. ഹൈ ടെക്നോളജിയാണ്. അയ്യോ, എൻ്റെ ആർമർ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് എൻ്റെ ആർമറുകൾ ഒന്നും കളയാന്നില്ല. എൻ്റെ ഇതിൻ്റെ അകത്തല്ലേ അല്ല, ഇതിൻ്റെ അകത്ത് ആ സ്റ്റെപ്സ്, ഇതിൻ്റെ അകത്ത് എൻ്റെ ആർമർ സ്റ്റെപ്സ്. ഇതൊക്കെ ഞാൻ ഒരു കേവി പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ് എല്ലാവരും. പിന്നെ വേറെ ഉണ്ടായുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. തലക്കാലത്തേക്ക് ഞാൻ ഇടുന്നില്ല. ഞങ്ങൾ എൻ്റെ തല എക്സാമൻ ഈ പകുതി ശരീരമില്ല ഗൈസ്. എൻ്റെ കാലും ഇല്ല, എൻ്റെ തലയും ഇല്ല. തലയിലൊരു 6-7, കാലിൽ ഒരു ചെറിയ ഒന്നുമില്ല. അയ്യോ ഗോസ്റ്റ് പുരിൻ്റെ അതിൽ ഫേസും കാണിക്കാൻ പറ്റില്ല. ഓട്ടെ അപ്പം കാണല്ലോ എനിക്ക് കാലുണ്ടെന്ന്. അതങ്ങനെയാണ് ഗൈസ്. നമുക്ക് കാലുണ്ട് ഗൈസ്. ഒരു കറുത്ത കാലും ഇല്ല. ഇരുടായി കഴിഞ്ഞാൽ 2 തലയും കാലും കാണില്ല. പക്ഷേ വെളിച്ചെണ്ണയാണെങ്കിൽ നമുക്ക് നമ്മളെ
കാലും തലയോ കാണാൻ പറ്റുമല്ലോ ഗൈസ്. എന്നാൽ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഞാനൊന്ന് പോയി തൂറിയിട്ട് വരാം.